നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരിക്കും എന്തൊരു അത്ഭുതമാണല്ലേ! ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയും ഈ കാണുന്ന സങ്കീർണതയുമൊക്കെ കാണുമ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ട് ഇത് നമുക്കുവേണ്ടി, അതായത് മനുഷ്യർക്കുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയൊരിടം പോലെയാണെന്ന്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലേ. ഇതെങ്ങനെ ഉണ്ടായി? എന്തിനു വേണ്ടിയായിരിക്കും ഇത് ഉണ്ടായത്? ഈ ചോദ്യങ്ങൾക്കൊരു ഉത്തരം കണ്ടെത്താൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭൂമിയുടെ ഉത്ഭവം വെറുമൊരു യാദൃച്ഛിക സംഭവമൊന്നുമല്ല. മറിച്ച് ഇത് മനുഷ്യർക്കു വേണ്ടി വളരെ ബോധപൂർവം തയ്യാറാക്കിയൊരു ദൈവിക സൃഷ്ടിയാണെന്നാണ് ഈ കാഴ്ചപ്പാട് പറയുന്നത്. അപ്പോൾ ഈ വലിയ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന ഒരു ദൈവീക ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഖുർആനിലെ സൂറത്തുൽ അൻബിയാ അതിലെ 30 മുതൽ 32 വരെയുള്ള വചനങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വചനം തുടങ്ങുന്നത് തന്നെ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രപഞ്ചത്തിന്റെ തുടക്കത്തെക്കുറിച്ചുള്ള ഒരു ചിത്രമാണിത് തരുന്നത്. അതായത് ആകാശങ്ങളും ഭൂമിയും ഇന്നീ കാണുന്ന പോലെ വേറിട്ട് നിൽക്കുന്നതിനു മുൻപ് അവയെല്ലാം ഒന്നായി ഒട്ടിച്ചേർന്ന ഒരൊറ്റ പിണ്ഡമായിരുന്നു എന്നാണ് ഈ വചനം പറയുന്നത്. അപ്പോൾ ഇതിലെ പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ, ആ ഒരൊറ്റ പിണ്ഡം അതിൽ നിന്ന് ആകാശങ്ങളെയും ഭൂമിയെയും വേർപെടുത്തി ഒരു വലിയ ശക്തമായ ദൈവിക ഇടപെടലാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായത് എന്നാണ് പറയുന്നത്. അതായത് ഒട്ടിച്ചേർന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ രൂപത്തിലേക്ക് എന്തൊരു വലിയ മാറ്റമാണല്ലേ. ശരി, പ്രപഞ്ചമുണ്ടായി. ഇനി അടുത്തതെന്താ? ജീവൻ. പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ഈ വചനം നേരെ പോകുന്നത് ജീവന്റെ ഉത്ഭവത്തിലേക്കാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ജീവന്റെ അടിസ്ഥാനം വെള്ളമാണെന്ന ആശയം. ഓക്കേ, അപ്പോൾ പ്രപഞ്ചം ഉണ്ടായി, ജീവനും തുടക്കമായി. പക്ഷെ അതുകൊണ്ട് മാത്രം മതിയോ? ഇല്ല, ഈ ഭൂമിയെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരിടമാക്കി മാറ്റണ്ടേ? അതെങ്ങനെയാണ് സാധിച്ചത്? അതിനുവേണ്ടി ഒരുക്കിയ ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വചനത്തിന്റെ അടുത്ത ഭാഗം പറയുന്നത്. ഈ വചനം പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. 1. ഭൂമിക്ക് നല്ല സ്ഥിരത നൽകാൻ പർവ്വതങ്ങൾ. 2. മനുഷ്യർക്ക് വഴി കാണിക്കാൻ പാതകൾ. പിന്നെ 3-മതായി നമ്മളെയെല്ലാം സംരക്ഷിക്കാൻ ഒരാകാശം. ഇവയെല്ലാം കൂടിച്ചേർന്നാണ് ഭൂമി നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരിടമായി മാറുന്നത്. ഇതിൽ പർവ്വതങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഈ ഭൂമി നമ്മളെയൊക്കെയും കൊണ്ട് ഇങ്ങനെ ആടിയുലഞ്ഞു പോകാതിരിക്കാനായി അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന വലിയ ആണികൾ പോലെയാണ് പർവ്വതങ്ങളെ വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഭീമാകാരമായ ആണികൾ. അങ്ങനെ ഭൂമിക്ക് നല്ല ഉറപ്പ് നൽകി. അടുത്തതായി അതിലൂടെ സഞ്ചരിക്കേണ്ടേ? അതിനുള്ള വഴികളെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യാനും വഴി തെറ്റാതെ പോകാനുമൊക്കെയായി വിശാലമായ പാതകൾ ഒരുക്കിത്തന്നു എന്ന് ഈ വചനം വ്യക്തമാക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ആകാശത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ശരിക്കും കേൾക്കാൻ നല്ല രസമുള്ളൊരാശയമാണ്. ആകാശമെന്ന് പറയുന്നത് വെറുമൊരു ഒഴിഞ്ഞ സ്ഥലമല്ല, ഒരു ശൂന്യതയല്ല. മറിച്ച് ഭൂമിയെ പുറത്തുനിന്നുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ കാത്തുസൂക്ഷിക്കുന്ന ഒരു സംരക്ഷിത മേൽക്കൂരയാണെന്നാണ് ഈ വചനം പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാലോ. ആദ്യം ഒരൊറ്റ പിണ്ഡത്തിൽ നിന്ന് പ്രപഞ്ചത്തെ വേർപെടുത്തി. പിന്നെ വെള്ളത്തിൽ നിന്ന് ജീവൻ നൽകി. അതുകഴിഞ്ഞ് പർവ്വതങ്ങൾ വെച്ച് ഭൂമിക്ക് സ്ഥിരത നൽകി. സഞ്ചരിക്കാനായിട്ട് വഴികളുണ്ടാക്കി. അവസാനം ആകാശത്തെ ഒരു സംരക്ഷിത മേൽക്കൂരയുമാക്കി. കണ്ടില്ലേ? ഇതെല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗങ്ങളായിട്ട് എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നോക്കൂ. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഈ വചനങ്ങൾ അവസാനിക്കുന്നത് വളരെ ശക്തമായൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. നമ്മുടെ ചുറ്റും ഇത്രയധികം ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യരിതൊന്നും കാണാതെ ശ്രദ്ധിക്കാതെ പോകുന്നത്? അതുകൊണ്ട് ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ആ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നമുക്ക് ചുറ്റുമുള്ള ഈ അത്ഭുതങ്ങളെ, ഈ പ്രപഞ്ചത്തിലെ അടയാളങ്ങളെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? ചിലപ്പോൾ അടുത്ത തവണ നിങ്ങൾ ആകാശത്തേക്കോ ഒരു മലയിലേക്കോ നോക്കുമ്പോൾ ഈയൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ദൈവിക വചനങ്ങൾ അവസാനിക്കുന്നത്.